വീട്ടിൽ നടന്ന വൻ കവർച്ചയുടെ ഞെട്ടലിലാണ് ഗൃഹനാഥൻ സോമശേഖരൻ. സംഭവത്തിന്റെ ഭീതിജനകമായ നിമിഷങ്ങൾ സോമശേഖരൻ ടിസിവിയോട് പങ്കുവയ്ക്കുന്നു. മണ്ണുത്തി മുല്ലക്കരയിൽ ഇന്ന് പുലർച്ചെ 2:30 കൂടിയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു വീട്ടിൽ വീട്ടുടമയെ കയ്യിൽ കെട്ടിയിട്ടുകൊണ്ട് ഒരു സംഘം ആളുകൾ വീട്ടിൽ കവർച്ച നടത്തിയത്. ഈ ഒരു സംഭവം ഉണ്ടായത് ആ നേരത്തെ എങ്ങനെയായിരുന്നു അറിഞ്ഞത്? ബഹളം കേട്ടിട്ടാണോ ചേട്ടൻ എണീറ്റത്? ബഹളം കേട്ടിട്ടല്ല, എൻ്റെ ദേഹത്ത് ആരോ തട്ടിമാരി തോന്നി എനിക്ക്. അപ്പോൾ ഞാൻ കണ്ണു തുറന്നതാണ്. കണ്ണു തുറന്നപ്പോൾ തടിച്ചിട്ട് ഒരാൾ ഉയരം കുറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടിൽ നിൽക്കണുണ്ടോ. അപ്പോൾ ഞാൻ ഒച്ച ഉണ്ടാക്കി, ഒച്ച ഉണ്ടാക്കി. അപ്പോൾ അയാൾ തലേണെടുത്ത് മുഖത്ത് അമർത്തി പിടിച്ചു. എന്ന് വെച്ചാൽ കാണാണ്ടിരിക്കാനും സൗണ്ട് വരാണ്ടിരിക്കാനും. ഈ ആളുകൾ മലയാളി അല്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതെങ്ങനെയായിരുന്നു മനസ്സിലായത്? അതായത് അവർ പതിഞ്ഞ ശബ്ദത്തിൽ ബംഗാളിമാര് എന്ന് വെച്ചാൽ ഇതിലെ കുറേ ബംഗാളികൾ പോണ കാരണം നമുക്ക് അവരുടെ ആ ഒരു വർത്തമാനം ഇങ്ങനെ അവർ ഓർക്കനെ വർത്തമാനം പറഞ്ഞിട്ടാണല്ലോ പോവുക. അപ്പോൾ അങ്ങനെ അവരുടെ ആ ഒരു ടോണിൽ ഇവർ പതുക്കനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. മാക്സിമം അവർ സംസാരം ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് അനങ്ങുമ്പോൾ ചുപ്പ് എന്നൊരു ഹിന്ദി വാക്ക് മാത്രം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും മലയാളികളാണെന്നുള്ള സംശയം എന്തെങ്കിലും ചേട്ടനുണ്ടോ? ഇല്ല, മലയാളികളല്ല എൻ്റെ ധാരണയിൽ. മൊത്തം എത്ര പേരുണ്ടായിരുന്നു? ഈ റൂമിൽ 3 ആള്. അപ്പോൾ ഈ സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ചേട്ടൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്? അതെ. അപ്പോൾ എപ്പോഴാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത്? പോലീസിനെ ഞാൻ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, എന്നെ അവർ റൂമിൽ അടച്ചിട്ട് അവർ പുറത്തേക്ക് കിടന്നു, റൂമിൽ നിന്ന് പുറത്തേക്ക് കിടന്നു. അപ്പോൾ ഞാൻ കൈമ്പിലത്തെ കെട്ടഴിച്ച് പതുക്കനെ ഡോറിൻ്റെ ഇടയിൽ കൂടെ നോക്കിയപ്പോൾ ഇവിടെയൊന്നും ആരും കണ്ടില്ല. അങ്ങനെ തന്നെ ഞാൻ ആ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. അപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു. 5 മിനിറ്റിനകത്ത് സ്റ്റേഷനിൽ വിളിച്ചു. ഒരു 5-8 മിനിറ്റിനകത്ത് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാരെത്തി. എന്നിട്ട് അവരോട് എത്തിയപ്പോഴും എൻ്റെ ധാരണ മുകളിൽ അവരുണ്ടെന്നുള്ളതാണ്. കാരണം ഞാൻ ഈ ഡോറ് അടച്ചിട്ട് പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ അവരിവിടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ധാരണയായിരുന്നത്. പക്ഷേ അവർ പിന്നെ തുറന്ന് നോക്കിയപ്പോൾ അവരിവിടെ ഇല്ല. അപ്പോൾ അപ്പുറത്തൊരു സാറ് നിന്നായിരുന്നു. ആ സാറ് ആ ഫ്രണ്ടിൽ ഡോർ തള്ളിയപ്പോൾ അത് തുറന്നു. അപ്പോൾ അവർ ഫ്രണ്ട് ഡോർ വഴിക്ക് കടന്നുണ്ടാവണമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അവർ കയ്യിൽ കെട്ടിയിടാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ആക്രമിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നോ? ശ്രമിക്കല്ല, നമ്മളിങ്ങനെ എതിർക്കുമ്പോൾ അടിക്കുക, ഇടിക്കുക, അത്രയും ചെയ്യുള്ളൂ. നോക്കുമ്പോൾ പിന്നെ കണ്ണിൻ്റെ ഈ കൂടെ 40 പവൻ സ്വർണവും 50,000 രൂപയുമാണ് മോഷ്ടാക്കൾ ഈ വീട്ടിൽ നിന്നും കവർന്നത്. ഈ മോഷ്ടാക്കൾ മലയാളികളല്ല എന്നാണ് വീട്ടുടമ പറയുന്നത്. സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറമാൻ സിബി പോട്ടൂരിനൊപ്പം സൂര്യപ്രകാശ്.